Hello students, today we are going to some exercise problems. The first question in this section contains 4 parts and it is for two real numbers a and b. Question is like this: if a and b are real numbers, if a be element of R. Question number 1: if a comma b element of the real line, they are real numbers, then prove the following. 4 subdivisions. First one, subdivision A. If a plus b equal to 0, if a plus b equal to 0 അത് വന്നിട്ടുണ്ടെങ്കിൽ then b equal to minus a. Then we have to prove that b equal to minus a. This is subdivision A. We can move to the answer of part A and then we can come to answer of part B. ഇതിൽ ഒത്തിരി വലിയ കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് വളരെ എളുപ്പം പ്രൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. യൂസിങ് algebraic and order properties. In this problem or the theorems that we have derived from these properties. Here we use the algebraic properties. ഇവിടെ എന്താ വന്നിരിക്കുന്നത്? സബ്ഡിവിഷൻ എയിൽ under the assumption a plus b equal to 0. Given a plus b equal to 0. Given a plus b equal to 0. You have to prove that b equal to minus a. b equal to minus a. Right side ഒരു minus a വരണം, ഇവിടെ നിന്ന് പോകണം എന്നൊക്കെ മനസ്സിലായി. Adding minus a to both sides. Minus a plus b equal to 0 plus minus a എന്ന് എഴുതാമല്ലോ. Then we can arrange adding minus a to introducing minus a to both sides. Reason എഴുതാനൊന്നും പോലും ഇല്ല. Then you can use the associative property which is a2. a plus b plus c equal to a plus b plus c. Here we have a plus b plus c form. abc എന്നുള്ള വാല്യൂസ് നിങ്ങൾ പരിഗണിക്കരുത്. ഇത് രണ്ടാമത്തെയും മൂന്നാമത്തെയും അസോസിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഒന്നാമത്തെയും രണ്ടാമത്തെയും തമ്മിൽ നമുക്ക് അസോസിയേറ്റ് ചെയ്യാം. മൈനസ് എ പ്ലസ് ബി ഈക്വൽ ടു അസോസിയേറ്റീവ് പ്രോപ്പർട്ടി a2 ഇവിടെ ഉപയോഗിച്ച് a2 ഞാൻ ബ്രാക്കറ്റിൽ ഇവിടെ a2 ഇടാം. ഈക്വൽ ടു 0 പ്ലസ് മൈനസ് എന്ന് പറയുന്നത് അത് ഐഡന്റിറ്റിയുടെ റൂളാണ്. അത് നമ്മൾ a3യിൽ പറഞ്ഞിട്ടുണ്ട്. ഏത് നമ്പറിനോട് 0 ആഡ് ചെയ്താലും അതേ നമ്പർ തന്നെ കിട്ടും. ഹിയർ വി ഗെറ്റ് മൈനസ് എ. അപ്പോൾ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തത് a3 ആണ്. a3 യൂസ് ചെയ്തിട്ടാണ് 0 പ്ലസ് മൈനസ് എ എന്ന് എഴുതിയത്. ഇനി അസോസിയേറ്റ് ചെയ്തത് ഇങ്ങനെയാണ്. ഇനി മൈനസ് എയും എയും കൂടെ അസോസിയേറ്റ് ചെയ്താൽ a4 എന്താ പറയുന്നത്? മൈനസ് എ പ്ലസ് എ ഓർ എ പ്ലസ് മൈനസ് എ ഈക്വൽ ടു 0 എന്നാണ് a4ൽ പറയുന്നത്. 0 പ്ലസ് ബി ഈക്വൽ ടു മൈനസ് എ. ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് a4 ആണ്. Additive and negative, existence of negative element a4. Algebraic property a4 with respect to addition. അതാണ് മൈനസ് എ പ്ലസ് എ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഏതിനോട് 0 ആഡ് ചെയ്താലും അത് എക്സിസ്റ്റൻസ് ഓഫ് 0 എലമെന്റ് ആണ്. a3 ഉപയോഗിച്ചാൽ ലെഫ്റ്റ് സൈഡിനെ നമുക്ക് b എന്ന് എഴുതാം. b ഈക്വൽ ടു മൈനസ് എ. ഇഫ് a പ്ലസ് ബി ഈക്വൽ ടു 0 then b ഈക്വൽ ടു മൈനസ് എ. ദാറ്റ് ഈസ് അവർ subdivision 1. Then subdivision B of the same problem. The question continues with the subdivision B, C and D. Subdivision B is minus of minus a equal to a. Minus of minus a equal to a. We have to prove subdivision B. തൊട്ട് മുമ്പ് പറഞ്ഞിരിക്കുന്നത് ഉപയോഗിക്കാം. ഒരാളെ എയുടെ നെഗറ്റീവ് എന്ന് പറയണമെങ്കിൽ എ പ്ലസ് ബി 0 ആയാൽ മതി എന്നല്ലേ മുമ്പ് പറഞ്ഞു. ഇഫ് എ പ്ലസ് ബി ഈക്വൽ ടു 0 ബി ഈക്വൽ ടു മൈനസ് എ, ബി ഈക്വൽ ടു മൈനസ് എ എന്ന് എഴുതണമെങ്കിൽ എ പ്ലസ് ബി 0 ആകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബി ഈക്വൽ ടു മൈനസ് എ ആണോ എന്നറിയാൻ എ പ്ലസ് ബി 0 ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? മൈനസ് ഓഫ് മൈനസ് എ ഈക്വൽ ടു എ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്.
മൈനസ് ഓഫ് എന്ന് എഴുതിയാൽ നെഗറ്റീവ് ആണ്. ഇത് നെഗറ്റീവ് ഓഫ് മൈനസ് എ ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. എയുടെ നെഗറ്റീവ് ബി ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എ പ്ലസ് ബി 0 ആണോ എന്ന് പരിശോധിച്ചുകൊണ്ടാണ്. യൂസിങ് ദാറ്റ് പാർട്ട് we can check whether the negative of minus a equal to a. മൈനസ് എയുടെ നെഗറ്റീവ് എ ആണോ എന്ന് ചെക്ക് ചെയ്യാം. എയുടെ നെഗറ്റീവ് ബി ആണോ? ഇപ്പൊ മൈനസ് എയുടെ നെഗറ്റീവ് ബി ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എ പ്ലസ് ബി എടുത്തു. മൈനസ് എയുടെ നെഗറ്റീവ് ആവേണ്ടേ, അപ്പൊ മൈനസ് എ പ്ലസ് ആരാ ബിയുടെ പൊസിഷൻ, എയുടെ പൊസിഷനിൽ ഇപ്പൊ മൈനസ് എ, ആരാ ബിയുടെ പൊസിഷനിൽ വരണ്ടേ, ആരാണ് നെഗറ്റീവ് എന്നാണ് നമുക്ക് പറയണ്ടേ, ബിയുടെ നെഗറ്റീവ് മൈനസ് എ, ബി ഈക്വൽ ടു മൈനസ് എ. ഇപ്പോൾ നമുക്ക് ആരാ നെഗറ്റീവ് എന്ന് പറയണ്ടേ, എ ആണ് നെഗറ്റീവ് എന്ന് പറയണ്ടേ. മൈനസ് എയുടെ നെഗറ്റീവ്, മൈനസ് ഓഫ് വി ഹാവ് ടു പ്രൂവ് ദാറ്റ്, വേർഡ്സിലങ്ങ് വായിച്ചാൽ മതി. നെഗറ്റീവ് ഓഫ് മൈനസ് എ ഈസ് എ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നെഗറ്റീവ് ഓഫ് എ ഈസ് ബി ഇഫ് എ പ്ലസ് ബി ഈക്വൽ ടു 0. നെഗറ്റീവ് ഓഫ് മൈനസ് എ ഈസ് എ ഇഫ് മൈനസ് എ പ്ലസ് എ ഈക്വൽ ടു 0. മൈനസ് എ പ്ലസ് എ ഈക്വൽ ടു 0 അത് ഉറപ്പാണ്. അത് എവിടുന്നാണ്? അത് A4 പറയുന്നുണ്ട്. നെഗറ്റീവ് എലമെന്റിന്റെ എക്സിസ്റ്റൻസിൽ നമ്മൾ A4 പറഞ്ഞിരിക്കുന്നതാണ്. ബൈ algebraic property A4 minus a plus a equal to 0. Here a plus b equal to 0 എന്നുള്ള പഴയ റിസൾട്ട് ഞാൻ ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയും ഉപയോഗിച്ച് എഴുതുക. ക്യാപിറ്റൽ എ പ്ലസ് ബി ഈക്വൽ ടു 0 ഇംപ്ലൈസ് ബി ഈക്വൽ ടു മൈനസ് എ. ഇപ്പൊ അങ്ങനെയാണ് എഴുതിയേക്കുന്നത്. ക്യാപിറ്റൽ എയുടെ പൊസിഷനിൽ മൈനസ് എ ആണെന്നുള്ളൂ. therefore a equal to നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് ഓഫ് എ എന്ന് പറയുന്നത് നെഗറ്റീവ് ഓഫ് മറ്റേ ആളുടെ മൈനസ് എയുടെ നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ഓഫ് മൈനസ് എ എങ്ങനെ എഴുതും? മൈനസ് ഓഫ് മൈനസ് എ ഈക്വൽ ടു എ. അത് കഴിഞ്ഞ പാർട്ട് ഉപയോഗിച്ച്. അല്ലെങ്കിൽ നമുക്കറിയാം ഒരാളെ നെഗറ്റീവ് എന്ന് പറയണമെങ്കിൽ എന്താ വേണ്ടേ, മൈനസ് എയുടെ നെഗറ്റീവ് എന്ന് പറയാൻ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്, മൈനസ് എയുടെ നെഗറ്റീവ് എന്ന് പറയാൻ എ പ്ലസ് മൈനസ് എ ഈക്വൽ ടു 0 എന്ന് കിട്ടിയാൽ മതിയായിരുന്നു. ഇവിടെ നമുക്ക് എന്താ പറയേണ്ടത്, മൈനസ് ഓഫ് മൈനസ് എ ഈക്വൽ ടു എ എന്ന് പറയണം. നെഗറ്റീവ് ഓഫ് മൈനസ് എയുടെ നെഗറ്റീവ് എന്ന് പറഞ്ഞപ്പോൾ എ പ്ലസ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ നമുക്ക് നെഗറ്റീവ് ഓഫ് മൈനസ് എ വേണ്ടേ, മൈനസ് എ പ്ലസ് നെഗറ്റീവ് ഓഫ് മൈനസ് എ ആരാന്നാ പറയണ്ടേ, എ ആന്ന് പറയണ്ടേ. മൈനസ് എ പ്ലസ് എ ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്താൽ, വേറെ ഒന്നും വേണ്ട, ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്താൽ എന്ത് പറയാൻ പറ്റും, രണ്ടാമത് വന്നയാള് ആദ്യത്തെ ആളുടെ നെഗറ്റീവ് ആണ്. മൈനസ് എ ഈസ് ദ നെഗറ്റീവ് ഓഫ് എ ഈസ് പ്ലസ് എ ഈസ് നെഗറ്റീവ് ഓഫ് മൈനസ് എ. രണ്ടാമത് വരുന്ന ആള് എ പ്ലസ് മൈനസ് എ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞപ്പോൾ രണ്ടാമത് വരുന്ന ആള് ഇതാണ് നമ്മൾ എയുടെ നെഗറ്റീവ് എന്ന് പറഞ്ഞത്. ഇപ്പൊ എന്താ, രണ്ടാമത് വരുന്ന ആള് എ ഈസ് ദ നെഗറ്റീവ് ഓഫ് മൈനസ് എ ഈക്വൽ ടു മൈനസ് ഓഫ് മൈനസ് എ. അങ്ങനെ വേണമെങ്കിലും വളരെ പെട്ടെന്ന് പറയാവുന്നുള്ളൂ. സബ്ഡിവിഷൻ എ പ്രൂവ് ചെയ്തിരിക്കുന്ന സ്ഥിതിക്ക് അത് വെച്ച് പറയാം എന്നേ ഉള്ളൂ. Then we have to move to subdivision C. -1 into a. Question is -1 into a minus subdivision C. -1 into a ഇതൊക്കെ നമുക്കറിയാവുന്ന റിസൾട്ടുകളാണ്. -1 into a ഈക്വൽ ടു മൈനസ് എ എന്ന് പ്രൂവ് ചെയ്യാനാണ് സബ്ഡിവിഷൻ സിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സബ്ഡിവിഷൻ സിയിലേക്ക് പോകാം. ഈ പറഞ്ഞതൊരു ഓൾട്ടർനേറ്റ് പ്രൂഫ് ആയിരുന്നു, അത് വേണമെന്നില്ല. സബ്ഡിവിഷൻ എ ഉപയോഗിച്ച് പറയാം. പിന്നെ -1 into a മൈനസ് എ ആണ് എന്നാണ് പറയേണ്ടത്. ഒരാള് മൈനസ് എ എന്ന് പറയണം, അതായത് എയുടെ നെഗറ്റീവ് ആന്ന് പറയണം. ഒരാൾ എയുടെ നെഗറ്റീവ് ആന്ന് പറയാൻ ഇതല്ലേ നമ്മുടെ മാർഗം, മൈനസ് എ ആന്ന് പറയാൻ ഇതല്ലേ മാർഗം. എന്താ, ആളെ എയുമായിട്ട് ആഡ് ചെയ്യുമ്പോൾ 0 ആണ്. അപ്പൊ ഇയാള് -1 into a എയുടെ നെഗറ്റീവ് ആണെന്ന് പറയണം. എയുടെ നെഗറ്റീവ് ആണെന്ന് പറയണമെങ്കിൽ എ പ്ലസ് എന്താ, ആരാ എയുടെ നെഗറ്റീവ് ആണെന്ന് പറയേണ്ടത്, -1 into a ഈക്വൽ ടു എന്നാന്ന് പറയണം, 0 ആണെന്ന് പറയണം. a plus minus a equal to 0 means minus a is the negative of a. Here we have to say that -1 into a is the negative of a. -1 into a equal to -1 into a is the negative of a. എന്ന് പറയാൻ എന്നാ വേണ്ടേ, is the negative of a.
ഈ പൊസിഷനിൽ വരുന്നത് നെഗറ്റീവ് ആകുന്നത് എപ്പോഴാണ്? നെഗറ്റീവ് ഓഫ് എയുടെ നെഗറ്റീവ് ആകുന്നത് എപ്പോഴാണ്? എയുമായിട്ട് ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടുവാണ്. നമുക്ക് നോക്കാം. എയുമായിട്ട് -1 ഇൻറ്റു എ ആഡ് ചെയ്താൽ 0 കിട്ടുമോ നോക്കാം. എ പ്ലസ് -1 ഇൻറ്റു എ ഈക്വൽ ടു എ ഞാൻ 1 ഇൻറ്റു എ എന്ന് എഴുതാമല്ലോ. അതെങ്ങനെയാ? എ 1 ഇൻറ്റു എ എന്ന് എഴുതുക. അത് M3 ആണ്. ഓൾജിബ്രൈക് പ്രോപ്പർട്ടി മൾട്ടിപ്ലിക്കേഷനിലെ മൂന്നാമത്തേതാണ്. അപ്പൊ ഇപ്പൊ എഴുത് M3 ഉപയോഗിച്ചിട്ടാണ് എഴുതിയത്. എ 1 ഇൻറ്റു എന്ന് എഴുതി, പ്ലസ് മൈനസ് പിന്നെ ഒന്നും ചെയ്തില്ല, അവിടെ ഉള്ളു -1 ഇൻറ്റു എ എന്ന് എഴുതി. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു എ പ്ലസ് -1 ഇൻറ്റു എ. ദാറ്റ് ഈസ് 1 പ്ലസ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ചാൽ 1 പ്ലസ് -1 ഇൻറ്റു എ എന്ന് എഴുതത്തില്ലേ? ദാറ്റ് ഈസ് എ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. ബി പ്ലസ് സി ഇൻറ്റു എ ഈക്വൽ ടു ബി എ പ്ലസ് സി എന്നുണ്ട്. രണ്ടു തരത്തിലും ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഉണ്ട്. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയാണ് നമ്മൾ ഉപയോഗിച്ചത്. ഇതാണ് ബി പ്ലസ് സി ഇൻറ്റു എ തിരിച്ചാ ഈക്വൽ ടു ബി ഇൻറ്റു എ പ്ലസ് സി ഇൻറ്റു എ. ബി ഇൻറ്റു എ പ്ലസ് സി ഇൻറ്റു എ നമ്മളിവിടെ കിടക്കുന്നത്. നമ്മളതിനെ ബി പ്ലസ് സി ഇൻറ്റു എ ആക്കി എഴുതി. 1 പ്ലസ് -1 ഇൻറ്റു എ. ബട്ട് വി നോ ദാറ്റ് 1 പ്ലസ് ഇറ്റ്സ് നെഗറ്റീവ് ഈക്വൽ ടു 0 ഇൻറ്റു എ. 1 പ്ലസ് -1 1 ആൻഡ് ഇറ്റ്സ് നെഗറ്റീവ് ഈക്വൽ ടു 0. അതെവിടെ നിന്നാണ് എഴുതാം? എ പ്ലസ് മൈനസ് എ ഈക്വൽ ടു 0 എന്നുള്ള നമ്മുടെ A4 അഡീഷനിലെ നാലാമത്തെ ഓൾജിബ്രൈക് പ്രോപ്പർട്ടി. അപ്പോൾ 0 ഇൻറ്റു എ എന്നായി ഈക്വൽ ടു 0. എയോട് ഒരാളെ ആഡ് ചെയ്തപ്പോൾ 0 കിട്ടി. ദാറ്റ് മീൻസ് എയോട് ഒരാളെ ആഡ് ചെയ്തപ്പോൾ ആരെയും -1 ഇൻറ്റു എ ആഡ് ചെയ്തപ്പോൾ 0 കിട്ടി. എ പ്ലസ് -1 ഇൻറ്റു എ ഈസ് 0. എയോട് ഒരാൾ ആഡ് ചെയ്തപ്പോൾ 0 കിട്ടി. പിന്നെ ആ ആള് നെഗറ്റീവ്, എയുടെ നെഗറ്റീവ് ആണ്. എ പ്ലസ് മൈനസ് എ ആണ് ആക്ച്വലി 0. ഇപ്പോൾ എ പ്ലസ് സംതിങ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടി. ദാറ്റ് സംതിങ് -1 ഇൻറ്റു എ ഈസ് നെഗറ്റീവ് ഓഫ് എയോട് ഇയാളെ ആഡ് ചെയ്തപ്പോൾ 0 കിട്ടി. 0 എലമെന്റ് തരുന്നതാണ്, അഡീഷനിൽ 0 എലമെന്റ് തരുന്നതാണ് നെഗറ്റീവ്. ഇസ് നെഗറ്റീവ് ഓഫ് എ. എയുടെ നെഗറ്റീവിനെ എന്നാ എഴുതും? മൈനസ് എ എന്ന് എഴുതും. ദാറ്റ് ഈസ് -1 ഇൻറ്റു എ ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് എ മൈനസ് എ. ദാറ്റ് ഈസ് സബ്ഡിവിഷൻ സി. ആൻഡ് സബ്ഡിവിഷൻ ഡി -1 ഇൻറ്റു -1 ഈക്വൽ ടു -1 എന്ന് പ്രൂവ് ചെയ്യാനാണ് സബ്ഡിവിഷൻ ഡിയിൽ പറഞ്ഞിരിക്കുന്നത്. സബ്ഡിവിഷൻ ഡി -1 ഇൻറ്റു -1 ഈക്വൽ ടു 1 എന്ന് പ്രൂവ് ചെയ്യാൻ. അത് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാം. സബ്ഡിവിഷൻ സി പ്രൂവ് ചെയ്ത് വെച്ചിരിക്കുന്ന അനുസരിച്ച് സബ്ഡിവിഷൻ ഡി വളരെ എളുപ്പമാണ്. സിയിൽ -1 ഇൻറ്റു എ മൈനസ് എ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത് സിയിലെ എക്ക് പകരവും കൂടെ -1 കൊടുക്കുകയാണെങ്കിൽ പുട്ട് എ ഈക്വൽ ടു -1 ഇൻ സബ്ഡിവിഷൻ സി. എ ഈക്വൽ ടു -1 ഇൻ സബ്ഡിവിഷൻ സി. -1 ഇൻറ്റു എ ഈക്വൽ ടു -1 എന്നിടത്ത് എന്ത് കിട്ടും? മൈനസ് ഓഫ് -1. നെഗറ്റീവ് ഓഫ് -1. മൈനസ് ഓഫ് -1 ഈസ് മൈനസ് ഓഫ് മൈനസ് എ ഈസ് എ എന്ന് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തതേ ഉള്ളൂ. മൈനസ് ഓഫ് മൈനസ് എ ഈക്വൽ ടു എ. മൈനസ് ഓഫ് -1 ഈക്വൽ ടു 1. മൈനസ് ഓഫ് മൈനസ് എ ഈക്വൽ ടു എ എന്ന് നമ്മൾ സബ്ഡിവിഷൻ ബിയിൽ ബൈ സബ്ഡിവിഷൻ ബി മൈനസ് ഓഫ് ഇത് എഴുതുക. മൈനസ് ഓഫ് -1 ഈക്വൽ ടു 1 എഴുതുക. സബ്ഡിവിഷൻ ബിയിൽ എഴുതിയിരിക്കുന്ന മൈനസ് ഓഫ് മൈനസ് എ ഈക്വൽ ടു എ സബ്ഡിവിഷൻ ബിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ മൈനസ് ഓഫ് -1 ഒന്നായിരിക്കും. അപ്പോൾ തൊട്ട് മുമ്പിലത്തെ പാർട്ടിൽ എ ഈക്വൽ ടു -1 കൊടുക്കുക, സബ്ഡിവിഷൻ ബി ഉപയോഗിക്കുക, നമുക്ക് ഈ റിസൾട്ട് പ്രൂവ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ധാരാളം എക്സസൈസസ് കിടപ്പുണ്ട്. നിങ്ങൾ വളരെ സിമ്പിളാണ് ശരിക്കും. നിങ്ങൾ ആലോചിക്കാൻ പഠിക്കണം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ 1-2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നിരുന്നു. There does not exist a real number with r square equal to 2 പോലെ there does not exist a real number with r square equal to 6 എന്നോ r square equal to 3 എന്നോ റാഷണൽ നമ്പർ എന്നൊക്കെ പ്രൂവ് ചെയ്യാനുള്ള എക്സാമ്പിൾസ് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ തന്നിരുന്നു. പിന്നെ കുറച്ച് പ്രോബ്ലംസ് ഇനീക്വാളിറ്റീസിൽ നിന്ന് എക്സ് വാല്യൂസ് കണ്ടുപിടിക്കാൻ തൊട്ട് മുമ്പ് തന്നിരുന്നു. അപ്പം അങ്ങനെയൊക്കെ എളുപ്പമുള്ള പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ ഇവിടെ കുറേ പ്രോബ്ലംസ് ഉണ്ട്. അതിലും ഈസി ആയിട്ടുള്ള മെത്തേഡ് പിന്നീടുള്ള സെക്ഷൻസിലെ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് ചെയ്യാവുന്നതുണ്ട്. അതുകൊണ്ട് എല്ലാം ഇവിടെ തന്നെ കംപ്ലീറ്റ് ഈ ചെയ്യാന്നുള്ളത് കൂടുതൽ ശ്രമകരമായ കാര്യമാണ്. ഇനിയുള്ള റിസൾട്ട്സിൽ അത് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ സമയം കിട്ടുമ്പോൾ ഞാനൊരു ഗൂഗിൾ മീറ്റ് വിളിക്കാം. 9:30 തന്നെ പറ്റുമോ എന്നറിയില്ല. എനിവേ വി ക്യാൻ ട്രൈ. താങ്ക് യു.